സർക്കാരിന്റെയും MLAയുടെയും ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസ് മാസങ്ങളായിട്ടും തുറന്നു നൽകാത്തതിൽ സാധാരണക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. നിലവിൽ വില്ലേജ് ഓഫീസ് താൽക്കാലികമായി പ്രവർത്തിക്കുന്നത് കാവുംപുറത്തെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സൗകര്യമില്ലാത്ത ഒരു മുറിയിലാണ്. സമീപവാസികൾക്ക് അത് സൗകര്യപ്രദമാണെങ്കിലും താഴെയങ്ങാടി, പാണ്ടികശാല, കാട്ടിപ്പരുത്തി, കാർത്തല, ബാവപ്പടി എന്നീ പ്രദേശത്തുകാർക്ക് വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്ര വളരെ പ്രയാസം നേരിടുന്നു. 2 തവണ തീയതി നിശ്ചയിച്ചിട്ടും സ്വാഗത സംഘം രൂപീകരിച്ചിട്ടും ഉദ്ഘാടന തീയതി തീരുമാനിച്ചെങ്കിലും പിന്നീട് കാരണം പറയുന്നത് പാലക്കാടും വയനാടും തൃശൂരുമായി നടന്ന ബൈ ഇലക്ഷനും അതിന്റെ പെരുമാറ്റച്ചട്ടവും കൊണ്ടാണെന്നാണ്. എന്നാൽ പെരുമാറ്റച്ചട്ടം പിൻവലിക്കുകയും ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുകയും ചെയ്തു. ഇപ്പോഴും തന്നെ കാട്ടിപ്പരുത്തി വില്ലേജ് അടഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ്. സുഹൃത്തുക്കളെ, ഇത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ജീർണാവസ്ഥയിലുണ്ടായിരുന്നൊരു കെട്ടിടമാണ്. സർക്കാർ അതുപോലെ തന്നെ MLA ഒക്കെ ഫണ്ട് വെച്ചുകൊണ്ട് അത് പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം സ്ഥാപിച്ചിട്ട് മാസങ്ങളായി അതിൻ്റെ പണി തീർന്നിട്ട് ഇതിന് വലിയ പ്രയാസം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ആളുകളാണ്, വാഹനമില്ലാത്തവരൊക്കെയാണ്. ഇപ്പോൾ താൽക്കാലികമായിക്കൊണ്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത്, കാവുംപുറത്ത് സ്ഥിതി ചെയ്യുന്ന ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു സൗകര്യമില്ലാത്ത ഒരു റൂമിലാണ്. ഇപ്പോൾ കാവുംപുറത്തെ ആളുകൾക്ക് ഒരു പക്ഷേ അത് സൗകര്യമായിരിക്കാം. പക്ഷേ നമ്മുടെ താഴെയങ്ങാടി, പാണ്ടികശാല, കാട്ടിപ്പരുത്തി, കാർത്തല, ബാവപ്പടി, കോട്ടപ്പുറം തുടങ്ങിയ മേഖലയിൽ നിന്നൊക്കെ ആളുകൾ വരുന്നത് ഇവിടെ വന്ന് ബസ് ഇറങ്ങി വീണ്ടും കാവുംപുറത്തേക്ക് ബസ് കയറി അവിടുന്ന് കുറച്ച് നടക്കണം. അതൊക്കെ കാലിനും കയ്യിനും ഒക്കെ സുഖമില്ലാത്തവളാണെങ്കിൽ ആളുകളാണെങ്കിൽ അവർ തന്നെ പലപ്പോഴും പരാതി പറയാറുണ്ട്. ഇപ്പോൾ ഉദ്ഘാടനം 2 തവണ ഇതിൻ്റെ ഉദ്ഘാടനം തീയതി നിശ്ചയിച്ചു, അതിന് സ്വാഗത സംഘം രൂപീകരിച്ചു. പിന്നീട് എന്തോ കാരണത്താൽ അതിൻ്റെ ഡേറ്റ് മാറ്റുകയാണുള്ളത്. പിന്നീട് കാരണം പറയുന്നത് കേട്ടത് പാലക്കാടും അതുപോലെ തന്നെ വയനാടും ഒക്കെ ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇലക്ഷനും അതിൻ്റെ പെരുമാറ്റച്ചട്ടവും ഇതിൻ്റെ ഉദ്ഘാടനം തടസ്സമാണ് എന്ന്. പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു, ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടും വന്നു കഴിഞ്ഞു. ഇപ്പോഴും തന്നെ കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസ് അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇത് ബന്ധപ്പെട്ട അധികൃതരോട് ആരായിക്കഴിഞ്ഞാൽ അവർ പറയാനുള്ളത് ഈ കെട്ടിടം വളരെ വേഗത്തിൽ തുറന്നു കൊടുത്തുകൊണ്ട് ആളുകൾക്ക് വന്ന് വളരെ വേഗത്തിൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചു പോകാൻ ഉള്ള അവസരം ഉണ്ടാക്കണം. എല്ലാ വിഷയങ്ങൾക്കും സർട്ടിഫിക്കറ്റുകൾ എല്ലാ വിഷയങ്ങളായി കഴിഞ്ഞാലും അക്ഷയയിലുണ്ടെങ്കിൽ തന്നെ വില്ലേജ് ഓഫീസിനെ സമീപിക്കാതെ ഇതിൻ്റെ അകത്ത് വരാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഇപ്പോൾ വളാഞ്ചേരിയിൽ വരികയാണെങ്കിൽ അപ്പം തന്നെ പെട്ടെന്ന് വില്ലേജിൽ കയറാം. മറ്റേ അവിടെ പോകേണ്ടി വരും. അപ്ലൈക്കാരൻ ചിലപ്പോൾ വില്ലേജ് ഓഫീസർ ലീവ്, ബന്ധപ്പെട്ട സ്റ്റാഫ് ഉണ്ടാവില്ല. ഇത് ഈ ടൗണിലെത്തുന്ന എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള, പണി പൂർത്തീകരിച്ചിട്ടുള്ള ഈ കെട്ടിടം വളരെ വേഗത്തിൽ ഉദ്ഘാടനം കഴിച്ചുകൊണ്ട് അതല്ലെങ്കിൽ തുറന്നു കൊടുക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ചെഗുവേറ കൾച്ചറൽ ഫോറത്തിന് ആവശ്യപ്പെടാനുള്ളത്. ഇത് 14 തുറക്കുന്നു, പിന്നെ പറഞ്ഞ് 30 തുറക്കുന്നു, ശരിയാക്കാം. അതുമില്ല, ഇതുമില്ല, എന്തോ ഞങ്ങളിവിടെ സൗകര്യപ്രദമായ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള, പണി പൂർത്തീകരിച്ചിട്ടുള്ള പുതിയ കെട്ടിടം വളരെ വേഗത്തിൽ തുറന്നു തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.